കുട്ടികളെ, ഇന്ന് നമുക്ക് സംഖ്യകളുടെ ഗുണനം ഓർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് അത് മനസ്സിലാക്കുന്നതിലേക്ക് പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞില്ല. അടയാളപ്പെടുത്തിയിരിക്കുന്നത് കസേരകൾ ആണെന്ന് വിചാരിക്കുക. രണ്ട് കസേര ഇടുന്ന സ്ഥാനങ്ങളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 1, 2, 3, 4, 5 നിരകളിൽ ഉദാഹരണമായിട്ട് ഒരു പോർട്ടിക്കോയിൽ ഇങ്ങനെ 2 കസേരകൾ നിരനിരയായിട്ടിരിക്കുന്നതിനായിട്ട് എന്ന് കരുതുക. 1, 2, 3, 4, 5 നിര, 2 പേർക്ക് വെച്ചിരിക്കാം. അപ്പൊ ഇവിടെ ആകെ എത്ര കസേരകളുണ്ട്? 2, 2, 4, 2, 6, 2, 8, 2, 10. ഇവിടെ 10 കസേരകള് 5 നിരകളായി ഇട്ടിരിക്കുന്നു. അപ്പൊ മൊത്തം 10 കസേരകള്, ഓരോ നിരയിലും 2 എണ്ണം. അപ്പൊ 5 പ്രാവശ്യം 2 കൂട്ടുമ്പോഴാണ് ഈ 10 കിട്ടുന്നത്. നമുക്ക് 2, 2, 4 അങ്ങനെ നമ്മൾ കൂട്ടിയെടുത്തു. അതിന് പകരം ഈ 5ഉം 2ഉം കൂടി ഗുണിച്ചാൽ 10 എന്ന ആശയം ഓർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഗുണനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടിന്യൂഡ് അഡീഷൻ. തുടർച്ചയായി സങ്കലനം ചെയ്യുന്നതിനെയാണ്. എത്ര പ്രാവശ്യം തുടർച്ചയായി സങ്കലനം ചെയ്യണം? 5 പ്രാവശ്യം. അല്ലെങ്കിൽ 5 കസേരകള് ഇങ്ങനെ ഇട്ടിട്ട് വീണ്ടും 5 എണ്ണം കൂടെ. അപ്പൊ ഒരു നിരയില് 5 കസേര ഇട്ടാൽ 2 നിര. അപ്പം 5 into 2. ഒരു നിരയിൽ 5 എണ്ണം ഉണ്ടെങ്കിൽ 2 നിര, 2 എണ്ണം ഉണ്ടെങ്കിൽ 5 നിര. അപ്പൊ ഇവിടെ 10 എന്ന് പറയുന്നത് 5ന്റെയും 2ന്റെയും കൂടെ ഗുണിച്ചാൽ, 5ഉം 2ഉം കൂടെ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലം എന്നും 5, 2 എന്നീ 2 സംഖ്യകളെ 10ന്റെ ഘടകങ്ങൾ, മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ്. These two are factors. Whereas 10 is a multiple. 10 is the multiple of 5 and 2. 5 ഗുണം 2, 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് ഒരു സംഖ്യയെ പറയുമ്പോൾ ഇതിനെ ഗുണിത അല്ലെങ്കിൽ ഒരു ഗുണനഫലം എന്നും ഇതിനെ ഘടകങ്ങൾ എന്നും പറയുന്നു. അപ്പോൾ 2നെ 5 കൊണ്ട് ഗുണിച്ചാലും 5നെ 2 കൊണ്ട് ഗുണിച്ചാലും 10 കിട്ടും. ഈ ആശയം ഒന്നുകൂടി വ്യക്തമാക്കാനായിട്ട് 2 കസേര, 2 കസേര, 2 കസേര, 2 കസേര ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 2, 2, 4, 4, 2, 6, 6, 2, 8, 8, 10. അതുപോലെ തന്നെ ഇവിടെ 5, ഇവിടെ 5, 5, 5, 10. അപ്പം 5നെ 2 പ്രാവശ്യം എഴുതി കൂട്ടിയാൽ 10 കിട്ടുന്നു. അല്ലെങ്കിൽ 5ന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ, രണ്ടാമത്തെ ഗുണനമാണ് 10. അങ്ങനെയാണെങ്കിൽ 5ന്റെ മൂന്നാമത്തെ ഗുണനം എന്തായിരിക്കും? നിങ്ങൾ ഗുണനപ്പെട്ട് ഏകദേശം അറിയാമെങ്കിൽ 5 ഗുണം 3 ഒരു 5 കൂടെ കൂട്ടണം. 3 15. 5 ഗുണം 4 4 20. അപ്പൊ ഇത് ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ 5 ones are 5, 5 twos are 10, 5 threes are 50, 5 fours are 20 എന്ന് ടേബിളായിട്ട് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും 1 5 5, 2 5 10, 3 5 15, 4 5 20 അങ്ങനെ മലയാളത്തിലും ഇംഗ്ലീഷിലും ടേബിൾ പഠിക്കാം. ഇങ്ങനെ ഗുണനപ്പട്ടിക ഹൃദിസ്ഥമാക്കി ഗുണനം എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഗുണനപ്പട്ടിക പഠിക്കാനാണ് സാധാരണ രീതിയിൽ അധ്യാപകർ നമ്മളോട് പറയുന്നത്. അപ്പം കുട്ടികൾക്ക് ഈ പട്ടിക പഠിക്കുക എന്നൊക്കെ പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതേസമയം കുറെ ക്രിയകൾ ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ തലച്ചോറിലെ
സെൽസ് ഈ സംഖ്യകളുമായിട്ട് കുറച്ചൊക്കെ താതാത്മ്യം പ്രാപിക്കും. അപ്പം പട്ടിക കാണാപ്പാഠം പഠിക്കുന്നത് ഒരു 10-100 കണക്ക് ഗുണം ചെയ്തതിന് ശേഷം ആണെങ്കിൽ എളുപ്പമാണ്. ഒരാഴ്ച ചെറിയ കുട്ടികളാണെങ്കിൽ 1-2 ആഴ്ച ഇങ്ങനെ സംഖ്യകൾ ധാരാളം ഗുണിച്ച് അവർക്ക് തന്നെ ഗുണിക്കാവുന്നേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി കഴിഞ്ഞ തവണ സങ്കലനത്തിൽ നമ്മൾ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു ടേബിൾ നമുക്ക് ഗുണനത്തിലും ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് അത് തന്നെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് നോക്കാം. ഇതുപോലെ കൃത്യമായ അകലത്തില് രേഖകൾ വരച്ച് ഞാനത് തുടക്കം മാത്രമേ ആണെന്നുള്ളത്. പൂർണ്ണമായിട്ടുള്ള പട്ടിക ഒരു ഇതിപ്പോ 10 വരെയുള്ള പട്ടിക എഴുതണമെങ്കിൽ 11 കോളങ്ങൾ വരികണം. ഇതുപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതിപ്പം 10 ഒന്നുകൂടെ 11 ഇങ്ങനെ 11 കോളം ഉണ്ടെങ്കിൽ 10 വരെയുള്ള ഗുണപട്ടിക. താഴോട്ടും വേണം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒരു കോളം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരച്ചുണ്ടാക്കുമ്പോൾ ഒരു 2 സെന്റിമീറ്റർ അകലത്തിലോ 3 സെന്റിമീറ്റർ അകലത്തിലോ ഇങ്ങനെ അടയാളപ്പെടുത്തി നേരെ ഒരു രേഖ വരച്ച് ഒരു നല്ലൊരു പേപ്പർ എടുത്ത് നേരെ ഒരു രേഖ വരച്ച് 2 സെന്റിമീറ്റർ അകലത്തിലോ 3 സെന്റിമീറ്റർ അകലത്തിലോ ഒരു 11 കോളം ഇങ്ങോട്ടും 11 കോളം താഴോട്ടും വരച്ച് നേരെ നേരെ വരച്ച് ഇങ്ങനെ ഒരു ഇതുപോലെയുള്ള ഒരു സംഖ്യകൾ എഴുതാത്ത ഒരു ടേബിൾ ആദ്യം വരച്ചുണ്ടാക്കുക. അതിനുശേഷം ഈ കോർണർ ടേബിൾ ഒന്നും എഴുതണ്ട. ഇവിടെ നിന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ സംഖ്യകൾ വലത്തോട്ട് എഴുതുന്നു. താഴെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി സങ്കലനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ നിരയിലുള്ള അല്ലെങ്കിൽ ഈ 2 നിരകളും കൂട്ടിമുട്ടുന്ന 1 ഗുണം 1 ആണ് ഇവിടെ വരേണ്ടത്. ഇവിടെ 1 ഗുണം 2 ആണ് ഇവിടെ വരേണ്ടത് 2. അപ്പൊ ഈ ലൈൻ മുഴുവനും 1 എന്ന സംഖ്യ കൂട്ടി കൂട്ടി താഴോട്ട് എടുത്തു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം 1 1s are 1, 1 2s are 2 ഇങ്ങനെ കിട്ടും. ഇങ്ങോട്ടും കിട്ടും അങ്ങനെ തന്നെ. 1 2s are 2, 1 3s are 3 അതുപോലെ. അടുത്തത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇങ്ങോട്ടും കിട്ടണം ഇങ്ങോട്ടും കിട്ടണം. അതിന് നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ് അഡീഷൻ ആണ്. അപ്പൊ 2 വെച്ച് കൂട്ടി എഴുതിയാൽ മതി. കാരണം 2നെ ഒരു പ്രാവശ്യം എഴുതി 2 പ്രാവശ്യം കൂട്ടുമ്പോൾ 4, വീണ്ടും ഒന്നുകൂടെ കൂട്ടുമ്പോൾ 6, ഒന്നുകൂടെ കൂട്ടുമ്പോൾ 8. അപ്പൊ ഈ രണ്ടെണ്ണം വെച്ച് കൂട്ടി എഴുതിയാൽ മതി. 10, 12, 14, 16, 18, 20 അങ്ങനെ എഴുതുമ്പോൾ വേറെ ഗുണം ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ 2 1s are 2, 2 2s are 4 അങ്ങനെ കിട്ടും. 3 1s are 3, 3 2s are 6. 1 2 2, 2 4, 1 2 2, 2 4, 1 2 അങ്ങോട്ടും കിട്ടും താഴോട്ടും കിട്ടും. ഇതേ രീതിയിൽ ഈ പട്ടിക പൂർത്തീകരിക്കുക. ഇവിടെ എത്ര വെച്ച് എഴുതി കൂട്ടണം? 3 ആയതുകൊണ്ട് 3 വെച്ച് എഴുതി കൂട്ടണം. 3 3 6, 6 3 9, 9 3 12, 12 3 15, 15 3 18, 18 3 21, 21 3 24, 24 3 27, 30 അങ്ങോട്ടും ഇതേ രീതിയില് വലത്തുവശത്തോട്ടും 2 4 6 8 10 12 14 16 18 20 3 6 9 12 15 18 21 24 27 30.
48. 48 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എഴുതുകയാണ്. നമ്മൾ ഇവിടെ നോക്കിയാല് 6 ഗുണം 8. 6 ഗുണം 8. അപ്പൊ 6ന്റെയും 8ന്റെയും ഗുണനഫലമാണ് 48. 48 is the multiple, is the product of 48 is the product of 6 and 8, or 48 is the 8th multiple of 6 or 6th multiple of 8. 8ന്റെ 6ാമത്തെ ഗുണിതമെന്നും 6ന്റെ 8ാമത്തെ ഗുണിതമെന്നും പറയാം. അപ്പം ഒരു സംഖ്യയുടെ ഗുണിതങ്ങൾ എന്ന് പറയുന്ന ആശയം, രണ്ടിന്റെ ഗുണിതങ്ങള് ഈ രണ്ടിന്റെ ടേബിൾ വെച്ച് 2 വീതം കൂട്ടിക്കൂട്ടി എഴുതിയാൽ മതി. 3ന്റെ ഗുണിതങ്ങൾ 3 വീതം കൂട്ടിക്കൂട്ടി എഴുതിയാൽ മതി. അത് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇങ്ങനെ ഗുണിതങ്ങൾ എഴുതുമ്പോൾ 6ന്റെ ഗുണിതങ്ങളായിട്ട് 2 ഗുണം 3 എന്ന് എഴുതാം. 8ന്റെ ഗുണിതങ്ങളായിട്ട് വീണ്ടും 2 ഗുണം 2 ഗുണം 2 കേട്ടോ. ഈ 8ന്റെ ഗുണിതമായിട്ട് 3 പ്രാവശ്യം 2 കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടും. 2 ഗുണം 2 ഗുണം 2. അപ്പോഴ് ഈ 48 എന്ന് പറയുന്ന സംഖ്യയെ ഏറ്റവും ചെറിയ, അതായത് വീണ്ടും അതിനെ ചെറുതാക്കാൻ പറ്റിയില്ല, 2നെ പിന്നെ ചെറുതാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇത് ഇത്തരം കാര്യങ്ങളെ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറയുന്നു. 48നെ ഇങ്ങനെ. അപ്പൊ 48ന്റെ അഭാജ്യ ഘടകങ്ങളെല്ലാം എഴുതി. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു സംഖ്യ കൂടി എഴുതാം. 72. 72 എന്ന് പറഞ്ഞ സംഖ്യ ഇതാവിടെ 9 ഗുണം 8. 9 ഗുണം 8 സമം. ഇതിനെ വീണ്ടും ചെറുതാക്കുകയാണെങ്കിൽ, ഘടകങ്ങളാക്കുകയാണെങ്കിൽ 3 ഗുണം 3. ഇതാണെങ്കിലോ 4 ഗുണം 2. ഇവിടെ വേണമെങ്കിൽ ഈ 8നെ 4 ഗുണം 2 എന്ന് എഴുതാം. വീണ്ടും ഈ 4നെ 2 ഗുണം 2 എന്ന് എഴുതാം. അപ്പൊ അടുത്ത സ്റ്റെപ്പില് 3 ഗുണം 3 ഗുണം 2 ഗുണം 2 ഈ 4 ഇത്രയും കിട്ടും. അപ്പൊ 72 അഭാജ്യ ഘടകങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അഭാജ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രൈം ഫാക്ടേഴ്സ്. 72ന്റെയും 48ന്റെയും അഭാജ്യ ഘടകങ്ങളിൽ 2 സംഖ്യകളിലും പൊതുവായ ഘടകങ്ങൾ ഏതൊക്കെയുണ്ട്? കോമൺ ഫാക്ടേഴ്സ് ഒരു 2 ഉണ്ട്, വീണ്ടും ഒരു 2 ഉണ്ട്, വീണ്ടും ഒരു 2 ഉണ്ട്, പിന്നെ ഒരു 3 ഉണ്ട്. അപ്പം കോമൺ ഫാക്ടേഴ്സ് എല്ലാം കൂടി എടുത്ത് ഗുണിക്കുകയാണെങ്കിൽ 2 ഗുണം 2 ഗുണം 2 ഗുണം 3. അപ്പൊ എത്ര കിട്ടും? 4. 2 ഗുണം 2 4, 4 2 8 3 24. അതായത് 24 എന്ന് പറയുന്നത് ഇതിന്റെ ഈ 2 സംഖ്യകളുടെയും ഏറ്റവും വലിയ ഘടകം, അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ HCF. HCF എന്ന ആശയം ഞാൻ പിന്നീട് ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഞാനൊന്നും കാണിക്കുന്നേ ഉള്ളൂ. ഗുണനപ്പട്ടി വെച്ച് ഇങ്ങനെ വിശദീകരിച്ച് കാണിച്ചേ ഉള്ളൂ. LCM, HCF ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വീണ്ടും ഗുണനത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. രണ്ട് സംഖ്യകൾ തമ്മിൽ ആദ്യം നമുക്ക് ചെറിയ ഒരു സംഖ്യയെ ഒരു ഒറ്റ സംഖ്യ കൊണ്ട് ഗുണിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒറ്റയുടെ സ്ഥാനമാണ്. 6 ഒറ്റ, ഇത് 2 10. 2 ഗുണം 10, 2 10കളാണ്. അപ്പം 2 കൊണ്ട് 6നെ ഗുണിച്ചാൽ നമ്മുടെ പട്ടിക ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിച്ചോളാം. 6 2 12. നേരത്തെ പറഞ്ഞാല് ഒറ്റയുടെ സ്ഥാനത്ത് 2 എഴുതി. 10ന്റെ സ്ഥാനത്ത് 1 ഉണ്ട്. അപ്പം 12 എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തില് വേറെ തരത്തിൽ വിളിച്ച് കാണിക്കാം. 26 സമം 20 അധികം 6.
അതിനെ 2 കൊണ്ട് ഗുണിക്കാം. അപ്പൊ 20നെ 2 കൊണ്ട് ഗുണിക്കുക. അതിന്റെ കൂട്ടത്തിൽ 6നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 40 അധികം 12 സമം 52. ഇത്രയും പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എളുപ്പവഴി ചെയ്യുമ്പോൾ ഇത്രയും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ 12ന്റെ 2ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 4ഉം ഈ ഒന്നോടെ കൂട്ടിയാണ് ഇവിടെ 5 കിട്ടിയിരിക്കുന്നത്. അത് ഇവിടെ നോക്കിയാലോ, ഇതാണ് 12, ശിഷ്ട 1, ഇത് 2 4, 4 1 5. 24 ഗുണം 5. യഥാർത്ഥത്തില് ഇത് 2 10കളാണ്, ഇത് 4 1കളാണ്. അപ്പം 24നെ 5 പ്രാവശ്യം എഴുതി കൂട്ടുക എന്ന് പറഞ്ഞാല് 20നെ 5 പ്രാവശ്യം എഴുതി കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 100. അടുത്തത് 4നെ 5 പ്രാവശ്യം എഴുതി കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 4 4 20 എന്ന് കിട്ടും. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 24 ഗുണം 5 സമം ഈ 20നെ 24നെ 20 അധികം 4 എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പം 20നെ 5 കൊണ്ട് ഗുണിക്കുന്നു, 4നെ 5 കൊണ്ട് ഗുണിക്കുന്നു. അത് ഗുണനക്രിയയില് അപ്പൊ ഇതിൽ 5 ഗുണം 4 20. ആ 20ന്റെ 0 ഇവിടെ എഴുതി. എത്രയുണ്ട്? 2 10കളോടെ ഇവിടെ കൂട്ടാനുണ്ട്. ഇവിടെ 10ന്റെ ഗുണം കൊടുത്ത് ഈ 2 10, ആ 2 കൂട്ടുമ്പോൾ 10 2 12. അപ്പൊ 24നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? ഇവിടെ ചെയ്താലും നമുക്കറിയാം 20 ഗുണം 5 ഈ കാര്യങ്ങള്. അതിന്റെ കൂട്ടത്തില് 4 ഗുണം 5 അപ്പം 100 അധികം 20 120. നിങ്ങൾ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ഗുണന പട്ടികയുടെ സഹായത്തോടു കൂടി ധാരാളം സംഖ്യകൾ ഗുണിക്കുക. നിങ്ങൾക്ക് തന്നെ ഇടാൻ പറ്റും. 32 ഗുണം 8, 64 ഗുണം 3, അങ്ങനെ ധാരാളം കണക്കുകളിട്ട് രക്ഷകർത്താക്കളെ കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറയ്ക്കുന്ന വരെ 100 120 കണക്കുകളൊക്കെ ചെയ്യുക. അങ്ങനെ വളരെയധികം ട്രൈ ചെയ്ത് അത് ഗുണനപ്പട്ടിക വരെ ഹൃദയസ്ഥമാക്കാൻ സാധിക്കും. അങ്ങനെ കുറെ ചെയ്തു കഴിഞ്ഞ് ഗുണനപ്പട്ടിക ഏകദേശം മനസ്സിൽ വരുന്ന അവസരത്തില് 2 1s are 2, 2 2s are 4 എന്നുള്ള പട്ടിക കാണാൻ പഠിക്കാൻ നമുക്ക് പെട്ടെന്ന് ബൈഹാർട്ട് ചെയ്യാം, എളുപ്പമുണ്ട്. അത് 10 വരെ ഉള്ള ഗുണനപ്പട്ടിക പഠിക്കുന്ന കുട്ടികളുണ്ട്, 16 വരെ പഠിക്കുന്നവരുണ്ട്, 20 വരെ പഠിക്കുന്നവരുണ്ട്. വളരെ വളരെ മുമ്പോട്ട് പോകുമ്പോൾ വളരെ വേഗത്തിൽ സംഖ്യകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് 20 വരെയുള്ള ഗുണനപ്പട്ടികകളൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. തൽക്കാലം നിങ്ങൾ 10 വരെയെങ്കിലും പഠിച്ചിരിക്കുക. ഇനി ഒരു വലിയ കണക്ക് 3 അക്ക സംഖ്യ ഗുണിക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. 358. അതിനെ ആദ്യം നമുക്ക് ഒരൊറ്റ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കാം. അപ്പൊ ഇവിടെ എന്താണ് ഈ 358 എന്ന് പറഞ്ഞ സംഖ്യ? 3 നൂറുകള്, 5 10കള്, 8 ഒറ്റകള്. അപ്പൊ ഇവിടെ 6 8 ഗുണിച്ചാൽ 6 48. ഈ 48ല് ഒറ്റയുടെ സ്ഥാനത്തുള്ള 8 ഇവിടെ എഴുതുന്നു. അടുത്തത് 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഗുണിച്ചിട്ട് അതും കൂടെ ഇവിടെ നിന്ന് എഴുതാനുള്ള ബാക്കിയുള്ള ഈ 10 കൂടെ അതിന്റെ കൂടെ കൂട്ടണം. അതുകൊണ്ടാണ് 6 8 48 ശിഷ്ടം 4 എന്ന് നമ്മുടെ സാധാരണ ഇതിന്റെ മുകളിൽ പഴയ ആൾക്കാർ എഴുതാറുണ്ട്. എന്താണ് ഈ 4? ഈ 48ന്റെ ഈ 4ആണ്. അത് ഈ 10ന്റെ ഇത്രയും 10കളാണ്. 6 5 30. അപ്പൊ 30 10കളാണ്. 30 10കളുടെ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോയ ഈ 4 10കളും കൂടെ കൂട്ടി 34 ആ 4ആണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പം 34 10കൾ എന്ന് പറഞ്ഞാൽ 340 ആണ്. 6 5 30 34. 34 10കൾ 340. ആ 340ന്റെ ഇത് 10ന്റെ സ്ഥാനം ആയതുകൊണ്ട് 4 10കൾ ആ 4 മാത്രമേ ഇടുകയുള്ളൂ. പിന്നെ 3 100ആണ് മിച്ചമുള്ളത്. അപ്പൊ ഈ 3 100ആണ് നമ്മൾ ശിഷ്ടം 3 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതുന്നത്.
അപ്പൊ ഇങ്ങനെ പുറകോട്ട് എത്ര സംഖ്യകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ശിഷ്ടം കൊണ്ടുവന്നാൽ മതി. അപ്പൊ 6 5 34 ശിഷ്ടം 3 6 3 18 18 എന്ന് പറഞ്ഞാൽ 18 നൂറുകളാണ്. 18 നൂറുകൾ 6 3 18 നൂറുകളുടെ കൂട്ടത്തില് ശിഷ്ടമായ ഈ മൂന്നൂടെ കൂട്ടുമ്പോൾ 18 3 21. അപ്പൊ 2148. അപ്പൊ എത്ര വലിയ സംഖ്യകളും ഇങ്ങനെ ഗുണിക്കാം. ഈ രണ്ടക്ക സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഒരു രണ്ടക്ക സംഖ്യയും കൂടെ നമുക്ക് ഗുണിച്ച് തൽക്കാലം നമുക്ക് ഗുണനം എന്ന ആശയം പൂർത്തിയാക്കാം. 23 കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു. അപ്പൊ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ 23 എന്ന് പറയുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം ഇത്, 10ന്റെ സ്ഥാനം ഇത്. അപ്പം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കൊണ്ട് ഗുണിക്കുമ്പം 3 2 6 ഇതുപോലെ ആദ്യത്തെ പോലെ തന്നെ ഗുണിക്കുക. 3 2 6 ഇവിടെ ശിഷ്ടമൊന്നുമില്ല. 3 6 18ന്റെ 8 ഒന്ന് ശിഷ്ടമുണ്ട്. പിന്നെയോ 3 2 6 1 7 3 2 6 18ന്റെ 8 ശിഷ്ടം 1 3 2 6 1 7. ഇത് 2 10കളാണ്. ഇപ്പൊ 2 10കളെ 2 കൊണ്ട് ഗുണിക്കുമ്പോ ഇത് 20 × 2 40 അപ്പൊ ഈ സംഖ്യയുടെ അടിയിൽ 40 എഴുതി കൂട്ടണമെങ്കിൽ ഇവിടെ വേണം 40 എഴുതാൻ. ഇങ്ങനെ വേണം 40 എഴുതാൻ. അതുകൊണ്ട് ഗുണിക്കുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ അക്കം ഇടത്തോട്ട് മാറ്റണം. അതായത് 10ന്റെ അക്കം കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എഴുതണം. അടുത്ത 100ന്റെ അക്കം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഗുണിക്കുമ്പോൾ താഴത്തെ ലൈനിൽ ഇവിടെ എഴുതണം. എന്തുകൊണ്ടാണെന്ന് കുട്ടികൾക്ക് മനസ്സിലായി കാണും. കാരണം ഇത് 2 4 4 10കളാണ്, 40 അതുകൊണ്ട് ആ 4 ഇവിടെയാണ് എഴുതുന്നത്. 2 × 2 4. ചിലര് 2 × 2 4 ഇവിടെ തന്നെ എഴുതും. ഇത് തെറ്റാണ്. അപ്പൊ അങ്ങനെ 2 4 ഈ 6 12. അപ്പൊ ഇത് 100. ഈ 2 10കളും ഇത് 6 10കളും. അപ്പൊ 100ന്റെ സ്ഥാനത്തല്ല. ഇപ്പൊ നിങ്ങളുടെ 100ന്റെ സ്ഥാനത്തായിരുന്നു. ഈ 6 12 12 നൂറുകളാണ്. 12 2 ഇവിടെ എഴുതി. ശിഷ്ടം 1 2 4 1 5. അപ്പൊ ഇത് ഒറ്റയുടെ സ്ഥാനം 10ന്റെ സ്ഥാനം 100ന്റെ സ്ഥാനം 1000ന്റെ സ്ഥാനം. ഇനി വീണ്ടും ഒരു സ്ഥാനം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഒരു 2 എഴുതുന്നതായിരിക്കുക. ഇത് 2 4 എവിടെ എഴുതും? ഇവിടെ എഴുതും. എന്നിട്ട് ഇങ്ങനെ പുറത്ത് എഴുതും. അപ്പൊ എത്ര വലിയ സംഖ്യകൾ വേണമെങ്കിൽ നമുക്ക് ഗുണിക്കാൻ സാധിക്കും. എന്നിട്ട് ഈ 2 സംഖ്യകളും കൂടെ ഈ 2 ലൈനുകൊണ്ട് കൂട്ടിയാൽ മതി. 6 8 4 12 ശിഷ്ടം 1 2 1 3 7 10 ശിഷ്ടം 1 5 1 6. ഈ 2 കോളം കൂടെ കൂട്ടി ഇതാണ് ഗുണനഫലം.